ഹലോ ചെങ്ങായിമാരെ, അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞാൽ നമ്മുടെ ജിമ്മ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് നമ്മളിങ്ങനെ ഇറങ്ങിയത്. അപ്പം നമ്മൾ ഫൈസലിന് എന്ത് ചെയ്യും, പ്രോട്ടീൻ വേണമെന്ന് പറഞ്ഞു. പ്രോട്ടീൻ വേണം, ജിമ്മ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോട്ടീൻ നിർബന്ധമാണ്. അപ്പം നമ്മൾ പറഞ്ഞാൽ ഗാന്ധി ഹാസ്പിറ്റലിലുള്ള ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് പ്രോട്ടീൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, അതായത് നല്ല റോബസ്റ്റ് പഴം, അതേപോലെ മൈസൂർ പഴം, അതേപോലെ നീന്തർപ്പഴം, ഓരോന്ന് വീതം ഒരു 2-3 കിലോനീച്ചാണ് പോരട്ടെ. ഇതാണ് നമ്മുടെ എന്താ പറയുക, ഇത് നമ്മുടെ കൊടൈക്കനാൽ ഫാഷൻ ഫ്രൂട്ട്. മനിതൻ ഉണർത്ത് കൊള്ളേ, ഇത് മനിത കാതലല്ലേ? അതെ, അവിടെ തന്നെ. അതാണെങ്കിലും പൊടിച്ചു നോക്കിയപ്പോൾ നല്ല തണുപ്പുണ്ട്. അപ്പോൾ കറക്റ്റ് കൊടൈക്കനാലിൽ തന്നെ കേട്ടോ, നല്ല തണുപ്പൊക്കെ ഉണ്ടല്ലോ, കൊടൈക്കനാൽ തണുപ്പുണ്ടാവല്ലോ. അപ്പോൾ ചെക്കനോട് നമ്മൾ ചോദിച്ചു ഞങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വേണം. അപ്പോൾ അവൻ പറഞ്ഞു ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നമ്മൾ പെരിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെന്നിട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരണമല്ലോ പോൻ്റെ പെരിയിൽ നിന്ന്. അങ്ങനെ പിന്നെ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കൊടുക്കണം, ഒരു ഇളഞ്ഞി ഷേക്ക് കുടിക്കണം. അപ്പം നമ്മൾ ഭയങ്കര ഇങ്ങനെ തപ്പിപ്പാമ്പതാ ഒരു ഇളഞ്ഞി ഷേക്കിൻ്റെ ഒരു കട കിട്ടി. ഇവിടെ പിന്നെ ഇളഞ്ഞി ഷേക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവിധ ഐറ്റംസുകളും ഉണ്ട്. കാരണം നോർമൽ ജ്യൂസ് ആയിട്ടും എല്ലാ ജ്യൂസുകളും ഉണ്ട്. അങ്ങനെ നമ്മൾ ചെന്ന പാടം നമ്മൾ എന്തായാലും തേങ്ങാ മുട്ടായ്മ എന്നാണ് തുടങ്ങി. അടുത്ത് പിന്നെ നമ്മൾ പപ്സ് തിന്നുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം, കെച്ചപ്പ് നിർബന്ധം. അപ്പോൾ ആ ഒരു നെസ്റ്റാൾജിയ കിട്ടുള്ളൂ. അതിക്ക് എന്ത് ചെയ്ത് നല്ലോണം കെച്ചപ്പൺ പറ്റിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്ത് ഒരു തലക്കുന്നാണ് പിടിച്ചലാൻ തുടങ്ങി. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മുട്ട പപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു മുട്ട ഫുള്ളായിട്ടുണ്ടാവും. ഇപ്പം അതെന്താ പൗതി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തേ, മുട്ട പപ്സ് ഇങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്തിങ്ങനെ തിന്നാണ്. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മുട്ട പപ്സിലൊക്കെ ഇപ്പം എന്താ എൻജോയ് ചെയ്യാനാ? അതൊക്കെ ഉണ്ട് മക്കൾ, ആ മുട്ടയും കൂട്ടിക്കാണ്ട് ഒരു പുറത്തം മുടിച്ചാണ്ടല്ലോ. ഇതാണ് അപ്പം നമ്മൾ ഇളഞ്ഞി ഷേക്ക്. അപ്പം നമ്മളെന്ത് മധുരം ഇടണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താ, ഹെൽത്തി. മധുരം ഇടാത്തതുകൊണ്ട് എന്തായി, തണുപ്പില്ല, ഒരു രസമില്ല. പിന്നെ നമ്മൾ ഓർഡർ ചെയ്താണ് എന്ത്, അവിൽ മിൽക്ക്, അതായത് ഇളഞ്ഞി അവിൽ മിൽക്ക്. അത് മസ്റ്റ് ട്രൈ ആണ് മക്കളെ, അത് അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മളത് ഫൈസലിനും കൊടുത്തു നോക്കി. ഫൈസലും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, മസ്റ്റ് ട്രൈ ആണെന്ന്. അപ്പോൾ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേങ്ങര ഇയാറ വെഡിങ് സെന്ററിന്റെ അടിയിലും അതേമാതിരി ജനതാ ബസാറിന്റെ മേലെയും, അതായത് രണ്ടിന്റെ സെൻട്രലായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ, ഓപ്പോസിറ്റ് സൈഡിലാണ് ഇത് വരുന്നത്. അപ്പം എന്താ ചെയ്യുക, വരിക, കഴിക്കുക, അഭിപ്രായം പറയുക. ഓക്കെ, ബൈ.